ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ ദ വിഷ്വൽ ഇംപേർഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെ NVDA പോർട്ടബിൾ കോപ്പി ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോർട്ടബിൾ കോപ്പി ഏതെങ്കിലും സാഹചര്യത്തിൽ ജോസ് ഓർ NVDA ഇൻസ്റ്റാൾഡ് അല്ലാത്ത ഒരു PCയിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വന്നാൽ ലൈവായിട്ട് എങ്ങനെ റൺ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ്. ഏതായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള NVDA പോർട്ടബിൾ കോപ്പി ഞാൻ എൻ്റെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്ക്രീൻ റീഡേഴ്സ് അവൈലബിൾ അല്ലാത്ത മൈക്രോസോഫ്റ്റ് നെറേറ്ററിൻ്റെ മാത്രം ഹെൽപ്പ് കിട്ടുന്ന ഒരു സിസ്റ്റത്തിന് മുന്നിലാണ്. നെറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് ഇതേ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തേ പറ്റൂ. ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള പോർട്ടബിൾ കോപ്പി ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോർട്ടബിൾ കോപ്പി അടങ്ങിയ പെൻഡ്രൈവ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുകയാണ്. പോർട്ടബിൾ കോപ്പി അടങ്ങിയിട്ടുള്ള പെൻഡ്രൈവ് സിസ്റ്റത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ശേഷം എനിക്ക് സ്വന്തമായി പെൻഡ്രൈവ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നറേറ്റർ വേണം. സോ ഞാൻ നറേറ്റർ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് Ctrl+Windows+ Enter. ഡെസ്ക്ടോപ്പ് ലിസ്റ്റ് നറേറ്റർ ഓണായി. ഇനി സിമ്പിളായി നമുക്ക് സ്വന്തമായി നമ്മുടെ പെൻഡ്രൈവിലുള്ള NVDA പോർട്ടബിൾ കോപ്പി ആക്സസ് ചെയ്യാൻ സാധിക്കും. രണ്ട് തരത്തിൽ നമുക്ക് പെൻഡ്രൈവിലേക്ക് ആക്സസ് കിട്ടും. ഒന്നെങ്കിൽ നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ ആ പെൻഡ്രൈവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ ദിസ് PC ഓപ്പൺ ചെയ്ത ശേഷം ആ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്താൽ മതിയാവും. ഇനി അതല്ലെങ്കിൽ ഏത് ഡിസ്ക് ഡ്രൈവ് നെയിമായിരിക്കും എന്നറിയാമെങ്കിൽ റൺ ഡയലോഗ് ഉപയോഗിച്ചും പെൻഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഞാൻ ഏതായാലും ഇവിടെ ദിസ് PC ഉപയോഗിച്ചുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ ഫോക്കസ് നിലവിലുള്ളത് മൈക്രോസോഫ്റ്റ് എഡ്ജ് 18/60 സെലക്ടഡ് ഡെസ്ക്ടോപ്പിലാണ്. നരേറ്ററാണ് നിലവിൽ സ്ക്രീൻ റീഡർ ഹെൽപ്പിനായിട്ടുള്ളത്. ഏതായാലും ഞാൻ ദിസ് PC ഓപ്പൺ ചെയ്യുന്നു. This PC 1/60 സെലക്ടഡ് ശേഷം ദിസ് PC ഓപ്പൺ ചെയ്യുന്നതിനായി എൻ്റർ പ്രസ് ചെയ്യുന്നു. Local disk C 1/5. എൻ്റെ പെൻഡ്രൈവ് അറിയപ്പെടുന്നത് വെൻഡോയ് എന്ന പേരിലാണ്. ഞാൻ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള V പ്രസ് ചെയ്യുകയാണ്. V ഫോർ വെൻഡോയ്. Ventoy F 4/5. ഫോക്കസ് പെൻഡ്രൈവിൻ്റെ നെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്നു. Items view list. Enter table items view 2/4. ഈ പെൻഡ്രൈവിനുള്ളിൽ സിസ്റ്റം ഫയൽസ് എന്ന ഫോൾഡറിനുള്ളിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള NVDAയുടെ പോർട്ടബിൾ കോപ്പി ഉള്ളത്. System files 1/2 selected. ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. Items view list. Exit table. Enter table items view 9/4. ഈ ഫോൾഡറിനുള്ളിൽ NVDA എന്ന സബ് ഫോൾഡർ കാണാം. അതിനുള്ളിലാണ് NVDA പോർട്ടബിൾ. സോ ഞാൻ N പ്രസ് ചെയ്യുന്നു. N ഫോർ NVDA. NVDA 4/9 selected. Items view list. Exit table. Enter table items view 2/4. NVDA ഫോൾഡർ കണ്ടെത്തി എൻ്റർ പ്രസ് ചെയ്ത് ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇതിൽ രണ്ട് ഐറ്റം കാണാം. ഫസ്റ്റ് വൺ ആഡ് ഓൺസ് ആണ്. സെക്കൻഡ് വൺ NVDA portable 2/2 selected. NVDA പോർട്ടബിൾ. ഇങ്ങനെ നമുക്ക് ഈ ഫോൾഡർ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് തിരികെ ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. Desktop list. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെൻഡ്രൈവിലേക്ക് ആക്സസ് കിട്ടാനുള്ള മറ്റൊരു എളുപ്പമാർഗ്ഗം നേരത്തെ ഞാൻ പറഞ്ഞു. നമ്മുടെ പെൻഡ്രൈവ് ഏത് ഡിസ്ക് ഡ്രൈവ് ആയിട്ടാണ് സിസ്റ്റത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമെങ്കിൽ നമുക്ക് റൺ ഡയലോഗ് ഉപയോഗിച്ച് വളരെ അനായാസം പെൻഡ്രൈവിലേക്ക് എത്താൻ സാധിക്കും. എൻ്റെ പെൻഡ്രൈവ് F ഡ്രൈവ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ റൺ ഡയലോഗ് ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസിംഗ് Windows+R. Run dialog. ശേഷം ഇവിടെ F ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. F open F combo edit collapsed F Ventoy F window items view list. Enter table items view 2/4. ഇപ്പോൾ വെൻഡോയ് എന്ന പെൻഡ്രൈവ് ഓപ്പണായി. System files 1/2 selected. ശേഷം എൻ്റർ പ്രസ് ചെയ്ത് ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. Items view list. ഈ ഫോൾഡറിനുള്ളിലെ സബ് ഫോൾഡറായ NVDA ഫോൾഡർ കണ്ടെത്തുന്നതിനായി ഫസ്റ്റ് ലെറ്റർ N പ്രസ് ചെയ്യുന്നു. N ഫോർ നാനോ. NVDA 4/9. എൻ്റർ പ്രസ് ചെയ്ത് ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. Items view list. Exit table. Enter table. ഇതിൽ രണ്ട് ഐറ്റംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആഡ് ഓൺസ് ആണ്, അതല്ല നമുക്ക് വേണ്ടത്. സെക്കൻഡ് വൺ NVDA പോർട്ടബിൾ എന്ന ഫോൾഡറാണ്. ഈ ഫോൾഡറിലേക്ക് ഫോക്കസ് എത്തിക്കുന്നു. ഡൗൺ ആരോ. NVDA portable 2/2 selected. ഈ ഫോൾഡറിൽ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. Items view list. Exit table. Enter table items view 14/4. ശേഷം ഈ ഫോൾഡറിനുള്ളിലെ NVDA എന്ന exe ഫയലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. ഫയലിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനായി ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ആണ് ഉപയോഗിക്കുന്നത്. N ഫോർ NVDA.
N. Enter 2 of 14 selected. ഈ ഫോൾഡറിൽ ഏകദേശം 103ഓളം ഐറ്റംസ് ഉണ്ട്. ഇതിൽ NVDA എന്ന EXE ഫയലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ N പ്രസ് ചെയ്തപ്പോൾ NVDA എന്ന ഒരു ഐക്കണിലെത്തി. ഇത് EXE തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി റൈറ്റ് ആരോ പ്രസ് ചെയ്ത് ഫയൽ ടൈപ്പ് ചെക്ക് ചെയ്യുന്നു. Date modified. Edit. Read only. Type. Edit. Read only. Application. ഇത് ആപ്ലിക്കേഷൻ ഫയൽ തന്നെയാണ്. ഈ ഫയലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോർട്ടബിൾ കോപ്പി ടെമ്പററി ആയി നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ തുടങ്ങും. ഞാനിവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. ഞാൻ ഉപയോഗിക്കുന്ന അതേ സ്പീച്ച് വേരിയൻറ്റ്, അതേ വോളിയം, അതേ സ്പീച്ച് റേറ്റ് എല്ലാം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ നരേറ്റർ എക്സിറ്റ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാം. അപ്പോഴും ഇത് ടെമ്പററി ആണ്. നമുക്ക് നോക്കാം. ഞാൻ നരേറ്റർ എക്സിറ്റ് ചെയ്യുന്നു ബൈ പ്രസ്സിംഗ് Ctrl+ Windows+ Enter. Exiting narrator. ഇനി സാധാരണ എങ്ങനെയാണോ NVDA ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു മെഷീനിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നിലവിൽ NVDA ഇൻസ്റ്റാൾ അല്ലാത്ത ഒരു സിസ്റ്റത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. NVDA ടെമ്പററി റൺ ചെയ്യുമ്പോൾ ഉള്ള ചില ലിമിറ്റേഷൻസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജസ് ഉള്ള ആപ്ലിക്കേഷനോടൊപ്പം ചേർന്ന് NVDAക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല ഇൻസ്റ്റാൾ ചെയ്യാത്ത സാഹചര്യത്തിൽ. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പോർട്ടബിൾ കോപ്പി അഡ്മിൻ റൈറ്റ്സോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിൻഡോസ് ലോഗോൺ സ്ക്രീനിലായാലും ലോഗിൻ ചെയ്താലും ഓട്ടോമാറ്റിക്കലി NVDA സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തെ കാര്യം NVDA സെറ്റിങ്സ് സേവ് ചെയ്യില്ല. നാലാമത്തെ കാര്യം ടച്ച് സ്ക്രീനുള്ള ഡിവൈസസ് അതിൻ്റെ ഇൻപുട്ട് NVDAക്ക് സ്വീകരിക്കാനാവില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസർ അക്കൗണ്ട് സ്ക്രീനുകളുണ്ടല്ലോ, അഡ്മിൻ പ്രിവിലേജസ്, അഡ്മിൻ റൈറ്റ്സ് കൊടുക്കാനുള്ള യൂസർ അക്കൗണ്ട് പെർമിഷൻ, ആ വിൻഡോ NVDA വായിക്കില്ല. ആറാമത്തെ കാര്യം ഓഡിയോ ഡക്കിംഗ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ചില ലിമിറ്റേഷൻസ് മാത്രമാണ് പോർട്ടബിൾ അല്ലെങ്കിൽ ടെമ്പററി റൺ ചെയ്യുമ്പോൾ NVDAക്കുള്ളത്. നിലവിൽ നമ്മൾ ഈ പോർട്ടബിൾ കോപ്പി ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്തു. പക്ഷേ നമുക്ക് ആ സിസ്റ്റം റെഗുലറായിട്ട് ഉപയോഗിക്കണം. നമുക്ക് നമ്മുടെ കറണ്ട് യൂസർ കോൺഫിഗറേഷൻ സെറ്റിങ്സോടുകൂടി ഈ ഒരു പോർട്ടബിൾ കോപ്പി വേണം അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് കൂടി നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 1, NVDA മെനു ഓപ്പൺ ചെയ്യുക. അതിനു മുമ്പ് ഞാൻ ഈ സ്പീച്ച് റേറ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. ഞാൻ NVDA മെനു ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസ്സിംഗ് Insert+N. ശേഷം ടൂൾസ് മെനുവിലേക്ക് പോകുന്നതിനായി ഇംഗ്ലീഷ് ആൽഫബറ്റ് T പ്രസ് ചെയ്യുന്നു. T ഫോർ ടൂൾസ്. ഈ ടൂൾസ് സബ് മെനുവിനുള്ളിൽ നമുക്ക് ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്താൽ ഇൻസ്റ്റാൾ NVDA ഓൺ ദിസ് PC എന്ന ഒരു ഓപ്ഷൻ കാണാം. ഞാൻ ഡൗൺ ആരോ ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാണ്. ഇൻസ്റ്റാൾ NVDA എന്ന ഓപ്ഷൻ കാണാം. ഇത് എൻ്റർ ചെയ്യുന്നു. NVDA ഇൻസ്റ്റലേഷൻ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെക്ക് ബോക്സുകളൊക്കെ ചെക്ക് ചെയ്യുക. യൂസ് NVDA ഡ്യൂറിങ് സൈനിങ്. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് NVDA ഹെൽപ്പ് വേണോ എന്നുള്ളതാണ്. അത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ടാബ് ഡെസ്ക്ടോപ്പ് ഷോർട്ട്കട്ട് വിത്ത് Alt Control N അതും ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ NVDA പോർട്ടബിൾ കോപ്പി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെക്ക് ബോക്സ് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന യൂസർ അക്കൗണ്ടിലേക്ക് ഈ പോർട്ടബിൾ കോപ്പിയിലുള്ള സെറ്റിങ്സ് എല്ലാം കോപ്പി ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഈ ചെക്ക് ബോക്സ് നിർബന്ധമായും ചെക്ക് ചെയ്യണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അക്കൗണ്ട് അഡ്മിൻ അക്കൗണ്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോർട്ടബിൾ കോപ്പി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അഡ്മിൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ ഏതായാലും ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പോർട്ടബിൾ കോപ്പി ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണമില്ല. കാരണം നമ്മുടെ യൂസർ സെറ്റിങ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. ഏതായാലും ഞാനിത് ചെക്ക് ചെയ്യുന്നു. സ്പേസ് ബാർ, ടാബ് കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ കണ്ടിന്യൂ ബട്ടൺ കാണാം. ഈ കണ്ടിന്യൂ ബട്ടൺ എൻ്റർ പ്രസ് ചെയ്യാണ്. യൂസർ അക്കൗണ്ട് പെർമിഷൻ ചോദിച്ചു. ഇവിടെ പോർട്ടബിൾ കോപ്പി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിൻഡോയിൽ NVDAക്ക് നമ്മളെ സഹായിക്കാനാവില്ല. സോ Alt+Y ആണ് യെസ് ബട്ടൺ. ഞാനിവിടെ യെസ് കൊടുക്കുന്നു ബൈ പ്രസ്സിംഗ് Alt+Y. Installing NVDA dialog. Please wait while NVDA is being installed. Installing NVDA. Installing NVDA. Success dialog. Successfully installed NVDA. Please press OK to start the installed copy. OK button. അങ്ങനെ പോർട്ടബിൾ കോപ്പി സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആയി. കണ്ടിന്യൂ പ്രസ് ചെയ്ത് യൂസർ അക്കൗണ്ട് പെർമിഷൻ കൊടുക്കുന്നതോടുകൂടി ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടാവും. പ്രോഗ്രസ് ബാർ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. അത് കേട്ട് സക്സസ് ഡയലോഗ് വന്നാൽ
ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്നതോടുകൂടി പോർട്ടബിൾ കോപ്പി ഓഫായ ശേഷം പെർമനൻറ്റ് കോപ്പി, അതായത് ഇൻസ്റ്റാൾ ആയിട്ടുള്ള NVDA സ്റ്റാർട്ടായി വരും. ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. സക്സസ് ഡയലോഗ് വന്നിട്ടുണ്ട്. സ്പേസ് ബാർ. Pressed. Loading NVDA. Please wait. Desktop list 61 of 61. അങ്ങനെ പോർട്ടബിൾ കോപ്പിയിൽ നിന്ന് മാറി ഇപ്പോൾ സിസ്റ്റത്തിൽ NVDA ഇൻസ്റ്റാൾഡായി, അത് ഓണായി വന്നു. ഇങ്ങനെയാണ് ഒരു പോർട്ടബിൾ കോപ്പി ടെമ്പററി ആയി റൺ ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും. ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പ് 1 NVDA മെനു തുറക്കുന്നു. സ്റ്റെപ്പ് 2 ടൂൾസ് സബ് മെനുവിലേക്ക് പോകുന്നു. സ്റ്റെപ്പ് 3 ഇൻസ്റ്റാൾ NVDA എന്നുള്ള ഓപ്ഷൻ കണ്ടെത്തി എൻ്റർ ചെയ്യുന്നു. സ്റ്റെപ്പ് 4 ആവശ്യമായിട്ടുള്ള ചെക്ക് ബോക്സസ്, അതായത് സൈനിങ് വിൻഡോയിലുള്ള NVDAയുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക. കോപ്പി യൂസർ സെറ്റിംഗ്സ് ടു കറണ്ട് യൂസർ അക്കൗണ്ട് എന്നുള്ള ചെക്ക് ബോക്സും ചെക്ക് ചെയ്യുക. നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. യൂസർ അക്കൗണ്ട് പെർമിഷൻ ചോദിക്കുന്നു. Alt+Y പ്രസ് ചെയ്ത് യൂസർ അക്കൗണ്ട് പെർമിഷൻ കൊടുക്കുന്നു. അതോടുകൂടി ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടാവും. സക്സസ് ഡയലോഗ് വരുന്നതോടുകൂടി അത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റലേഷൻ കോപ്പി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ NVDA പോർട്ടബിൾ കോപ്പി റൺ ചെയ്യാനുള്ള സ്റ്റെപ്സ് മനസ്സിലാക്കി. പെൻഡ്രൈവ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ശേഷം നരേറ്റർ ഓപ്പൺ ചെയ്യുന്നു ബൈ പ്രസ്സിങ് Ctrl+Windows+Enter. ശേഷം 2 തരത്തിൽ നമുക്ക് പെൻഡ്രൈവ് ആക്സസ് ചെയ്യാം. ഒന്നെങ്കിൽ ദിസ് PC വഴി നമ്മുടെ പെൻഡ്രൈവിൻ്റെ പേരറിയാമെങ്കിൽ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ, അതല്ല എങ്കിൽ ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് പെൻഡ്രൈവ് കണ്ടെത്തി ഓപ്പൺ ചെയ്യുക. നമ്മുടെ പെൻഡ്രൈവ് ഏത് ഡിസ്ക് ഡ്രൈവായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് എന്നറിയാമെങ്കിൽ റൺ ഡയലോഗ് ഓപ്പൺ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ഡ്രൈവ് നെയിം ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നതോടുകൂടി പെൻഡ്രൈവിലേക്ക് എത്താം. അവിടെ നിന്ന് പെൻഡ്രൈവിനുള്ളിൽ എവിടെയാണോ നമ്മൾ പോർട്ടബിൾ കോപ്പി ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ NVDA എന്ന ആപ്ലിക്കേഷൻ ഫയൽ കാണാം. അത് ഉറപ്പുവരുത്തുന്നതിനായി N പ്രസ് ചെയ്ത ശേഷം റൈറ്റ് ആരോ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫയൽ ടൈപ്പ് ചെക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെയാണ്. അവിടെ എൻ്റർ ചെയ്യുന്നതോടുകൂടി NVDA പോർട്ടബിൾ കോപ്പി റൺ ചെയ്യും. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഒരു ഇൻഫർമേറ്റീവ് ഡെമോ വീഡിയോ ട്യൂട്ടോറിയലുമായി കണ്ടുമുട്ടുന്നതുവരെ താങ്ക് യു.